ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് വിചാരപ്പെടരുത്. സ്ട്രെസ് പാടില്ല. മത്തായി സുവിശേഷം 6-ാം അധ്യായം 31, 32, 33 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആകയാൽ നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ന് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ആകുല ചിന്ത പാടില്ല. കാരണം ഇതൊക്കെയും ജാതികൾ അവരാ വിചാരപ്പെടേണ്ടത്. ജാതികൾ എന്ന് പറയുന്ന ആരാ? ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തവർ, സ്നാനപ്പെടാത്തവർ. ദൈവരാജ്യത്തിലെ പ്രവേശനം സ്നാനത്തില്ല. അവരാ വിചാരപ്പെടേണ്ടത്. നിങ്ങളോ നിങ്ങളുടെ നല്ല മനസാക്ഷി ദൈവത്തോട് കാണിച്ചവരാ, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരാ. അതായത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അറിയുന്ന ഒരു ദൈവം പിതാവായി മാറി. ഇപ്പം എനിക്ക് എന്നെ അറിയാവുന്നതിനേക്കാളും നന്നായിട്ട് എൻ്റെ അപ്പൻ എന്നെ അറിയാം. സോ വിചാരപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിനകത്ത് അതില്ല. അതുകൊണ്ടാണ് അവന്റെ ശക്തിയേറിയ ഭുജത്തിന്റെ കീഴെ താന്നിരിപ്പീൻ, തക്ക സമയത്ത് അവർ ഉയർത്തും എന്ന് പറഞ്ഞ ശേഷം പറയുന്നത്, പിതാവാം ദൈവം യേശുവിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അങ്ങോട്ടൊന്ന് ഇട്ടുകൊള്ളു. പിതാവിനറിയാം ഇത് മുഴുവൻ കൈകാര്യം ചെയ്യും.